എനിക്ക് തോന്നുന്നത് ഇവമാർക്ക് ചന്ത വരണമെന്നില്ല. കാരണം ആളുകളിൽ നിന്ന് മാസം തോറും പടി വാങ്ങിച്ച് ബാക്കിയുള്ള ആളുകളിൽ നിന്നും ഇതുപോലെ അനധികൃത കച്ചവടക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ജീവിക്കണം എന്നുള്ള ചിന്തയാണ്. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചന്ത വേണം, ഒരു നല്ലൊരു മാർക്കറ്റ് വേണം, നല്ല ആശുപത്രി വേണം, മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇതൊന്നും ഈ പഞ്ചായത്തിലില്ല. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഓരോ ദിവസവും ഇവിടുത്തെ പഞ്ചായത്തിന്റെ ബഡ്ജറ്റും അതിന്റെ ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ ലോകത്തെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഈ കോഴഞ്ചേരി പഞ്ചായത്ത് എന്നാണ്. അവിടെ 5 കോടി, മറ്റേതിന് 8 കോടി, മറ്റേതിന് 16 കോടി, മറ്റേതിന് 25 കോടി, ആകെ വരുന്നത് ഇവിടെ എത്ര കോടിയാണെന്നുള്ളത് ദൈവം തമ്മിൽ അറിയണേ. പക്ഷേ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ പഞ്ചായത്ത് ഭരണം എങ്ങനെ പോകും? അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1600ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ ആന്റോണിക്ക് ലഭിച്ചത്. നിങ്ങൾ ഇതുപോലെ ഇരിക്കണം, ഇരുന്നാലേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആറന്മുള മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം വോട്ട് ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിന് നൽകുവാൻ തയ്യാറായിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജ്, അവർക്ക് ഇതിലൊന്നും ഒരു യാതൊരുവിധമായ താല്പര്യവുമില്ല. ഇവിടെ ജ്യോതികുമാർ ചാമക്കാർ അവിടെ സൂചിപ്പിച്ചു, ആരോഗ്യ രംഗത്തിന് പ്രത്യേക ചികിത്സ വേണം. അതാണിപ്പോൾ ഇവിടെ ആവശ്യം. അവരുടെ ഭർത്താവ് എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ ഭർത്താവിന്റെ ജോലി കോൺഗ്രസിന്റെ ഓഫീസ് അളക്കുക. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഒരുത്തൻ വന്നിട്ട് കോൺഗ്രസിന്റെ ഓഫീസ് അളക്കാൻ വേണ്ടി വരുന്നത്? ഇയാളെ ആര് ചുമതലപ്പെടുത്തി? ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനൊരു മന്ത്രിയും ഭർത്താവും എല്ലാം ചേർന്നുകൊണ്ട് പത്തനംതിട്ടയും കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സഭാ നേതാക്കന്മാരെ വിവരദോഷി എന്ന് പറയുക, പൊതുപ്രവർത്തകരെ അപമാനിക്കുക, ഏതെങ്കിലും പാവം പിടിച്ച മൈക്ക്. ഇപ്പൊ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാട് സംസാരിച്ചപ്പോൾ തന്നെ മൈക്ക് 2-3 പ്രാവശ്യം കേടായി. ആ മൈക്കിൽ ഓപ്പറേറ്റർ തലയ്ക്ക് ഇതിട്ട് തടിച്ചിട്ട് വല്ല കഥയുണ്ടോ? അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് മൈക്കൊന്ന് മാറ്റിപ്പിടിച്ചത് റെഡിയാക്കി. പക്ഷേ പിണറായി വിജയനെ ഈ മൈക്ക് സംസാരിക്കുമ്പോൾ ഒരു ഹൗളിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ചള്ളക്കടിക്കുക. എന്തൊരു മുഖ്യമന്ത്രിയാണിത്? ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സാധുക്കളായ പച്ചക്കറി കച്ചവടക്കാർ നമ്മുടെ ഇവിടെ ധാരാളമുണ്ട്. അവർക്ക് ജോലി ചെയ്യുവാനുള്ള, അവർക്ക് കച്ചവടം നടത്തണം. പോലീസുകാർ അവരെ ഉപദ്രവിക്കുക, എവിടെയാണ് പോയി കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വെട്ടിയടിച്ചു കൊടുക്കുക. അവർക്കും ജീവിക്കണ്ടേ? അതിനാണ് ഈ വണ്ടിത്താവളം. ആ വണ്ടിത്താവളത്തിൽ കച്ചവടം ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി 1.5 വർഷമേ ഉള്ളൂ. 1.5 വർഷം കൊണ്ട് ഇവർ ചുക്കും ചെയ്യത്തില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാന തറക്കല്ലിടുവോ കാര്യങ്ങൾ ചെയ്യുവോ, ബാക്കി ഞങ്ങൾ വന്നിട്ട് ചെയ്തോളാം. നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും, അത് വേറെ കാര്യം. എന്തായാലും ഈ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനദ്രോഹ പഞ്ചായത്തിനെതിരെയുള്ള ശക്തമായ സമരവുമായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സമരം ഇന്നുകൊണ്ട് തീരില്ല. ഇവിടെ ഇപ്പൊ പച്ചക്കറി ചന്തയാണ് ഞങ്ങൾ നടത്തുന്നതെങ്കിൽ ഇപ്പോൾ പണിയുമെന്ന് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് വേറെവട്ടം പപ്പു പറയുന്ന പോലെയാണ് വീണ ജോർജ് എല്ലാ ഇലക്ഷനും എന്ന് പറയുന്നത്. ഇതുവരെയായിട്ടും അത് ശരിയായി. ഇപ്പോൾ ഒരു സമരം നടത്തി നമ്മൾ. ആ സമരം എന്തായിരുന്നു? കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ആ 6 കുറുകെ ഏകദേശം 3/4 അറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അണക്കെട്ട് പോലെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. അതിനുശേഷം ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവിടെ വരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മാതൃകയിൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു വാഹനം സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടി നടത്തി. ആശുപത്രിയിലെ ശോച്യാവസ്ഥയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ